യാത്രയുടെ യൂത്ത് മാർച്ചിൻ്റെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടായിരുന്നു, നല്ല വിങ്ങുന്ന അന്തരീക്ഷമായിരുന്നു. പെട്ടെന്ന് എങ്ങു നിന്നോ വന്ന ഒരു തെന്നൽ, ഒരു കുളിർ തെന്നൽ ഈ അന്തരീക്ഷം ആകെ മാറ്റിക്കളഞ്ഞു. അതുപോലെ ഈ ജാഥ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ ചൂട് മാറ്റി കുളിർമയുള്ള അന്തരീക്ഷം ഈ നാടിന് പ്രദാനം ചെയ്യും എന്നുള്ളതിൻ്റെ ശുഭലക്ഷണമാണ് ആദരണീയരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സദസ്സിലിരുന്നപ്പോൾ എന്തോ ഓരോ മഴത്തുള്ളിക്കും വലിയ തണുപ്പായിരുന്നു. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നോട് പറഞ്ഞു, മഴ പെയ്തു തുടങ്ങിയല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു തുള്ളിക്കൊരു കുടം എന്ന മട്ടിൽ കാരുണ്യവർഷം ആകാശത്ത് നിന്ന് മെല്ലെ മെല്ലെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു കുളിർമയാണ്. തണുപ്പ് ഓർമ്മയെ ഉണർത്തുമെന്നാണ് പറയാ. ജബ് ചലി സർദ് ഹവ മേനെ തുझे യാദ് കിയ. തണുത്ത കാറ്റടിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരാ, ഞാൻ നിന്നെ ഓർത്തു. ഇതൊരു ഉറുദു കവിയുടെ വാക്കുകളാണ്. പഴയ ഓർമ്മകളിലേക്ക് നാം അറിയാതെ കടന്നു പോകുന്നത് കാലാവസ്ഥയുടെയും കൂടി സഹായത്തിലാണ്. നമ്മെ ഉണർത്തുന്നതിൽ അതിനൊക്കെ വലിയ പങ്കുണ്ട്. ഇവിടെ വളരെ ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട മുസ്തഫ, ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി, അതിവിടെ സഗൗരവം വിശദീകരിച്ചു തൻ്റെ ആവേശോജ്വലമായ പ്രസംഗത്തിൽ. ഇനി കുളിർ പെയ്യിപ്പിക്കുന്ന പ്രസംഗത്തിൽ ഷെരീഫ് കുറ്റൂർ അത് ഈ ജില്ലയിൽ മുഴുവൻ നാളെ മുതൽ ഇന്ന് മുതൽ വിശദീകരിക്കാൻ പോവുകയാണ്. ഷെരീഫിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നാറുള്ളൊരു കുളിർമ എങ്ങനെ ഒരു പൂവിൻ്റെ ഇതളുകൾ അടർത്തുന്ന പോലെയാണ്. അത്ര മൃദുലമാണ്. അങ്ങനെയുള്ള നേതൃത്വമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വം. അല്ലാതെ KSRTCയുടെ ടയർ കുത്തിക്കീറി നേതാവായ പാരമ്പര്യമുള്ളവരല്ല. ലീഗിൻ്റെ ഭാഷ, യൂത്ത് ലീഗിൻ്റെ ഭാഷ, ആ ഭാഷക്കുമുണ്ടൊരു പ്രത്യേകത. ഇന്ന് മതേതരത്വത്തിൻ്റെ ഒരു ഭാഷ ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. എ ലാംഗ്വേജ് ഓഫ് സെക്യുലറിസം. എല്ലാ അർത്ഥത്തിലും മതേതരത്വത്തിൻ്റെ ഭാഷ. ആ ഭാഷയ്ക്ക് കരുത്ത് പകരാനാണ് യൂത്ത് ലീഗിൻ്റെ ചുണക്കുട്ടികൾ ഈ മഹത്തായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. നോക്കൂ, ഇതിൻ്റെ ശീർഷകം തന്നെ വിദ്വേഷത്തിനെതിരായിട്ടുള്ളതാണ്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ. വിദ്വേഷം വളർന്നാൽ എത്ര വലിയ ആപത്ത് വിതക്കുമെന്ന് മധ്യപൗരസ്ത്യ ദേശത്ത് നമ്മൾ കണ്ടു. അതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചു. ആദരണീയനായ നമ്മുടെ അമരക്കാരൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നാട് കണ്ട വലിയൊരു പ്രതിഷേധ കടൽ കടപ്പുറത്ത് മുസ്ലിം ലീഗ് തീർത്തത്. വിദ്വേഷം വളർന്നാൽ എത്ര മക്കളെ ചുട്ടുകൊല്ലും, എത്ര ആശുപത്രിക്ക് ബോംബിടും, എത്ര ആംബുലൻസുകളെ തകർക്കും. കണ്ണിൽ ചോരയില്ലാത്ത ഭരണാധികാരികൾ, കാരുണ്യത്തിന്റെ ഉറവ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ കയ്യിലൊക്കെ ആധിപത്യം വന്നാൽ ലോകം എന്നതിൻ്റെ ഏറ്റവും വലിയ സാമ്പിളാണ് ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 2-3 ദിവസത്തെ വെടിനിർത്തൽ കൊണ്ട് തൽക്കാലം ആ ദുരന്തത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരാശ്വാസം വന്നുവെന്നാലും അത് ആശ്വാസമാവുകയും അക്രമികളെ ദൈവം നിലക്ക് നിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവനീതി പുലരുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അവിടെയൊക്കെ ഉള്ളത് വിദ്വേഷമാണ്. വംശീയ വിദ്വേഷം, രാഷ്ട്രീയ വിദ്വേഷം, മതവിദ്വേഷം, വർഗവിദ്വേഷം, പലതരത്തിലാണ് വിദ്വേഷങ്ങൾ. അതുകൊണ്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രമേയമാണ് സംസ്ഥാന മുസ്ലിം ലീഗ് അധ്യക്ഷൻ
യൂത്ത് ലീഗ് അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ള ഈ പ്രമേയം ത്തിനെതിരെ ദുർഭരണത്തിനെതിരെ. അതിന്റെ ആദ്യത്തെ ഭാഗം രാഷ്ട്രീയമാണ്, അതിലേറെ സാമൂഹികമാണ്, സാംസ്കാരികമാണ്, ധാർമ്മികമാണ്. രണ്ടാമത്തെ ഭാഗം പൂർണ്ണമായും രാഷ്ട്രീയമാണ്. അങ്ങനെ സർവതല സ്പർശിയും സമഗ്രവുമായിട്ടുള്ള ഒരു പ്രമേയമാണ് യൂത്ത് ലീഗ് ഷരീഫ് കുറ്റൂർ ഇന്ന് ഏറ്റെടുത്ത് നയിക്കുന്ന ഈ മഹത്തായ യജ്ഞം നാടിന്റെ മുമ്പാകെ വെക്കുന്നത്. ആർക്കും അതിനോട് വിയോജിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യ വെറുക്കല്ലേ എന്ന് പറയാനാണ് ഈ ചെറുപ്പക്കാർ. വെറുപ്പിന്റെ അഗ്നി കെടുത്താനാണ് അവർ വഴിക്കടവിൽ ഇന്ന് പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ചെറിയ പാതകളിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ പുറപ്പെടുന്നത്. വെറുപ്പ് വളർന്ന് വളർന്ന് എവിടം വരെ എത്തി? രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ഇന്ത്യയായിട്ട് സാധിക്കുന്നില്ല, ഇന്ത്യൻ ജനതയായിട്ട് കാണാൻ സാധിക്കുന്നില്ല, ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പല രീതിയിലുള്ള വെറുപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. ഓമന മക്കൾ 5000-ലേറെ കുട്ടികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ചുട്ടുകൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ലോകത്താകെ യുദ്ധങ്ങളിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ, കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരൊറ്റ മാസം കൊണ്ട് ഫലസ്തീനിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ലോകത്തെ വിവിധങ്ങളായിട്ടുള്ള സമുദായങ്ങളിലും വിഭാഗങ്ങളിലും പെട്ടവർ ഒന്നിച്ച് പാർക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മതേതരത്വത്തിന്റെ മാത്രം ഭാഷയല്ല, ബഹുസ്വരതയുടെ ഒരു ഭാഷ ഉണ്ടാക്കി തീർക്കണം. പരസ്പരം മാനിക്കുന്ന, പരസ്പരം സ്വീകരിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം. അതിനെയാണ് ആധുനിക ഭാഷയിൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഉൾക്കൊള്ളുക, ഉൾക്കൊണ്ടുപോവുക. എക്സ്ക്ലൂഷൻ പുറത്താക്കലല്ല, പുറത്തു നിർത്തലല്ല. ഇന്നത്തെ ലോകം സംസാരിക്കുന്ന വാക്കാണത്. ലോകത്തിന് ഇന്ന് വേണ്ടത് ഒരു ഇൻക്ലൂഷനാണ്. അതാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന ഈ മുഖ്യമായിട്ടുള്ള പ്രമേയം.